Okay, so the fourth point is processing of endogenous. നമ്മൾ പറഞ്ഞു endogenous antigens ഉണ്ട്, exogenous antigens ഉണ്ട്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സെൽസ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള MHC മോളിക്യൂൾസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പ്രോസസ്സിങ്ങും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എൻഡോജീനസ് ആൻറ്റിജൻസ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എൻഡോജീനസ് ആൻറ്റിജൻസ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഡാറ്റ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് എൻഡോജീനസ് ആൻറ്റിജൻസ്, എന്താണ്, ഏതൊക്കെയാണ് അതിൽ കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. ദെൻ എൻഡോജീനസ് ആൻറ്റിജൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന സെൽസ് ഓൾട്ടേർഡ് സെൽഫ് സെൽ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഇത് ഏത് സെൽഫ് സെല്ലും നമ്മുടെ ബോഡിയിലുള്ള ഏത് സെല്ല് വേണമെങ്കിലും ആവാം എന്നതാണ് അവിടെ രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് ക്ലാസ് 1 MHC എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ മുകളിലാണ്, മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ക്ലാസ് 1 MHC ആൻറ്റിജൻ കോംപ്ലക്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ്? CD8+ ആയിട്ടുള്ള T സൈറ്റോടോക്സിക് സെല്ലാണ് എൻഡോജീനസ് ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ 4 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി നോക്കുന്നത് എങ്ങനെയാണ് ഈ പ്രോസസ്സിങ് നടക്കുന്നത്. ആ പാത്വേയുടെ പേര് നമ്മൾ പറഞ്ഞു, എന്താണ്? എൻഡോജീനസ് ആൻറ്റിജനെ പ്രോസസ്സ് ചെയ്യുന്ന പാത്വേയുടെ പേരാണ് സൈറ്റോസോളിക് പാത്വേ. ഓക്കെ, ഇറ്റ് ഈസ് സൈറ്റോസോളിക് പാത്വേ, റൈറ്റ്. എന്ന് വെച്ചാൽ ഇത് സൈറ്റോസോളിൽ വെച്ച് നടക്കുന്നതായതുകൊണ്ടാണ് ഇതിന് സൈറ്റോസോളിക് പാത്വേ എന്ന് പറയുന്നത്, റൈറ്റ്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്, ദ പ്രോട്ടീൻസ് ആർ യൂഷ്വലി ഡീഗ്രേഡഡ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ ദ പ്രോട്ടിയേസ് റിച്ച് കോംപ്ലെക്സ് കോൾഡ് പ്രോട്ടിയാസോം. പ്രോട്ടിയേസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് പ്രോട്ടിയേസ്? പ്രോട്ടിയേസ് എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും പറ. പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, യാ, ഇറ്റ്സ് ആൻ എൻസൈം അല്ലേ. നമ്മൾ ASE എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എൻസൈംസ് ആണ്. So protease is an enzyme which can cleave proteins into fragments, smaller fragments ആയിട്ട് ക്ലീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എൻസൈംസിനെ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് പ്രോട്ടിയേസ് എന്ന് പറയുന്നത്. സോ ദിസ് പ്രോട്ടിയാസോം എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. അതിനകത്ത് എന്താണുള്ളത്? വിച്ച് ഈസ് റിച്ച് ഇൻ പ്രോട്ടിയേസ് എൻസൈം. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? ദർ വിൽ ബി ഡിസ്ട്രക്ഷൻ. Right, then the fragments will interact with the newly synthesized class 1 MHC molecule within the endoplasmic reticulum. Then the complex is expressed on the membrane. Okay, let's see. ഈ താഴെയുള്ള ഇമേജ് നോക്കാം ആദ്യം. You can see endogenous antigen. You see endogenous antigens ആണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഏതാണ് endogenous antigen, അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. Then ഈ endogenous antigens ഇവിടെ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യുബിക്വിറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യുബിക്വിറ്റിൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ എൻഡോജീനസ് ആൻറ്റിജൻസ് എന്ത് ചെയ്യുന്നു? ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സൈറ്റോപ്ലാസ്മിക് പ്രോട്ടിയാസോം കോംപ്ലെക്സ്. എൻഡോജീനസ് ആൻറ്റിജൻസ് എവിടെ എത്തി? ഈ പ്രോട്ടിയാസോം കോംപ്ലെക്സിനകത്ത് എത്തി. ഓക്കെ, അതിനകത്ത് വെച്ചിട്ട് ദേ ആർ ക്ലീവ്ഡ് ഇൻ ടു പെപ്റ്റൈഡ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെപ്റ്റൈഡ്സ് ആണുള്ളത്. ദെൻ ഈ പെപ്റ്റൈഡ്സ് എന്ത് ചെയ്യുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ആണ് ടാപ്പ് ഒക്കെ പറയാം, അതൊക്കെ ഞാൻ പറയാം പിന്നീട്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് ദേ ഇൻറ്ററാക്ട് വിത്ത് ക്ലാസ് 1 MHC കോംപ്ലെക്സ്. സ്വാഭാവികമായിട്ട് കോംപ്ലെക്സ് ആവുന്നു. ദിസ് കോംപ്ലെക്സ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് ദ മെംബ്രെയിൻ ടു എക്സ്പ്രസ് ഓൺ ദ സർഫേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ഇമേജിലേക്ക് നോക്ക്. ഇവിടെ ആൻറ്റിജൻ ഇതാണ് വൈറസ് ഇൻഫെക്റ്റഡ് സെല്ലാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വൈറസ് വന്നു, സ്വാഭാവികമായിട്ടും വൈറൽ DNA ഉണ്ടായി, mRNA ഉണ്ടായി, അതിൽ നിന്നും വൈറസിൻ്റെ പ്രോട്ടീനാണിത്. യു ക്യാൻ സി ഹിയർ. അപ്പോൾ ഈ വൈറൽ പ്രോട്ടീൻ ഒരു എൻഡോജീനസ് ആൻറ്റിജൻ ആണ് എന്ന് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് എൻ എൻഡോജീനസ് ആൻറ്റിജൻ. ദെൻ ദീസ് എൻഡോജീനസ് ആൻറ്റിജൻസ് കുഡ് ബി പ്രോസസ്ഡ് ബൈ ദ സൈറ്റോസോളിക് പാത്വേ. അപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടെ എന്താണ്? ഇവിടെ പ്രോട്ടിയാസോമിനെ കാണിച്ചിട്ടില്ല. ദാറ്റ് ഈസ് പ്രോസസ്സ് ചെയ്യപ്പെട്ട ആൻറ്റിജനാണിത്. പ്രോസസ്സ് ചെയ്യപ്പെട്ട ആൻറ്റിജൻ എന്ത് ചെയ്യുന്നു? യു ക്യാൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണിത്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനകത്ത് വെച്ചിട്ട് തന്നെയാണ് MHCയുമായിട്ട് കമ്പൈൻ ചെയ്യപ്പെടുന്നത്. കമ്പൈൻ ചെയ്യുകയും അതിന് ഗോൾജി അപ്പാരറ്റസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. യു ക്യാൻ സി ഹിയർ. ഇവിടെ അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, ക്ലാസ് 1 പെപ്റ്റൈഡ് കോംപ്ലെക്സ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബ്രീഫ് ഔട്ട്ലൈൻ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെക്കാനിസമാണ് ഒന്നുകൂടെ ബ്രീഫായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഇമേജ് നോക്കുക, ഒന്നുകൂടെ ക്ലിയർ ആവുന്നുണ്ട്. സോ ഇറ്റ്സ് എ ലോങ് പെപ്റ്റൈഡ്. കണ്ടോ, ഇത് കുറച്ച് വലിയ പെപ്റ്റൈഡ് ആണല്ലോ, ഒരു പ്രോട്ടീനാണ്, കുറച്ചും കൂടി വലിയ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനിനെ എന്ത് ചെയ്യുന്നു? പ്രോട്ടിയാസോം എന്ന് പറയുന്ന കോംപ്ലെക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ പ്രോട്ടിയാസോം കോംപ്ലെക്സിനകത്ത് വെച്ചിട്ട് ദേ ആർ ക്ലീവ്ഡ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, അതിനെ മുറിച്ച് ചെറിയ പീസായിട്ട് മാറ്റുന്നു. യു വിൽ ഗെറ്റ് പെപ്റ്റൈഡ്സ്. ഈ പെപ്റ്റൈഡ്സ് എന്ത് ചെയ്യുന്നു? ത്രൂ എ ട്രാൻസ്പോർട്ടർ, TAP എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടറാണ്. ഓക്കെ,
ഈ TAP എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടറിലൂടെ എവിടേക്ക് എത്തുന്നു? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ അകത്തോട്ട് എത്തുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ല്യൂമെനിലേക്ക് എത്തുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒരു ഓർഗനല്ലയാണ്, അത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലയാണ്. അതിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് സപ്പോർട്ട് ഫ്രം ട്രാൻസ്പോർട്ടേഴ്സ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ അകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടു. അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദീസ് ആർ ദ സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. എങ്ങനെയാണ് അത് സൈറ്റായി മാറുന്നത്? നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പ്രോട്ടീൻ സിന്തസിൻ്റെ സൈറ്റ് ഏതാണ്? ഏതാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന ഓർഗനല്ലേ? ഹലോ, പ്ലീസ് റെസ്പോണ്ട്, കമോൺ. ഏത് ഓർഗനലിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുക? ഹലോ ഹലോ റൈബോസോമാണ്. നിങ്ങളൊരു ഉത്തരം പറയാൻ എന്തൊരു സമയമാണപ്പോൾ അത്. ഓക്കെ, റൈബോസോമാണ്. യെസ്, അല്ലെന്താ ഇത്ര സംശയം? നമ്മൾ കാലങ്ങളായിട്ട് പഠിക്കുന്ന സാധനമല്ലേ, റൈബോസോമാണ്. യെസ്, അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് റൈബോസോമാണല്ലോ, അല്ലേ? അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എന്താണ്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സ്ഥലം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഈവൻ ദോ റൈബോസോം ഈസ് ദ സൈറ്റ് ഓഫ് സിന്തസിസ്, ഐ വിൽ സേ ദാറ്റ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ ശരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ നോക്കിയിട്ട്? യെസ്, ഫൈൻ. അതന്നെ അസിൽ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ റീസൺ. അതായത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ സർഫേസിലാണ് ആര് കാണപ്പെടുന്നത്? പ്രധാനമായിട്ടും പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള റൈബോസോംസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ സർഫേസിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ ഈ സിന്തസൈസ് ചെയ്യപ്പെടുന്ന റൈബോസോമിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസ് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഇതിൻ്റെ ല്യൂമൻ ഉണ്ടല്ലോ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ല്യൂമൻ്റെ ഉള്ളിലേക്ക്, അതായത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഇവിടെ റൈബോസോംസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെയാണ് ഇപ്പോൾ റൈബോസോംസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇവിടെ റൈബോസോംസ് ഉണ്ട്. ഈ റൈബോസോംസിനകത്തൂടെ ഇപ്പോൾ mRNA ഇതിനകത്തൂടെ മൂവ് ചെയ്യും. നമ്മൾ മോളിക്കുലാറൊക്കെ പഠിച്ചാണല്ലോ. ദെൻ ഈ മൂവ് ചെയ്യുന്ന mRNA-ക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടും. ഓക്കെ, സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസ് എന്താണ്? നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ദിസ് ഈസ് ദ ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻ. ഓക്കെ, ഈ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യപ്പെടുന്നത്? പ്രോസസ്സ് ചെയ്യുകയും ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ അകത്ത് വെച്ചിട്ട് പ്രോസസ്സിങ് നടക്കും. ഓക്കെ, ഈ പ്രോസസ്സിങ് നടന്നതിന് ശേഷം അതിനെയാണ് ഇപ്പോൾ എവിടേക്കാണ് പോവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇത് നമ്മൾ ഗോൾജി കോംപ്ലക്സിന് വേറൊരു പേര് പറയാറുണ്ട്. എന്താണെന്നറിയോ? സെല്ലിൻ്റെ ഒരു ഓഫീസായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഗോൾജി കോംപ്ലക്സ്. എന്ത് ഓഫീസാണത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ മുമ്പേ. Golgi complex can act as or they can act like a post office പോലെ ആക്ട് ചെയ്യും. ഹലോ, കേൾക്കാമോ? ഓക്കെ, പോസ്റ്റ് ഓഫീസിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? പോസ്റ്റ് ഓഫീസ് എന്താ ചെയ്യുക? പോസ്റ്റ് ഓഫീസിൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു കത്ത് എഴുതിയാൽ നമ്മളിപ്പോൾ എന്താണ് ഒരു അഡ്രസ്സ് വെച്ച് ഇന്ന അഡ്രസ്സിൽ ഇപ്പോൾ ആസിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ മരിയക്ക് കത്ത് എഴുതുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ആസിൽ എന്താ ചെയ്യുക? മരിയയുടെ അഡ്രസ്സ് എഴുതിയിട്ട് അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കും, അല്ലെങ്കിൽ തപ്പാൽ ബോക്സിലിടും. അത് നേരെ പോസ്റ്റ് ഓഫീസിലെത്തും. പോസ്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്താ നോക്കുക? അവർ ആ അഡ്രസ്സ് നോക്കും, ഇത് എവിടേക്കാണ് പോവേണ്ടത്. ദെൻ അവർ അതിനെ സോർട്ട് ചെയ്യും. കുറേ കത്തുകൾ ഇതുപോലെ ഉണ്ടാവുമല്ലോ, ആസിലിൻ്റെ ഉണ്ടാവും, പല 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 ആൾക്കാരുടെ കത്തുകൾ. ഇതെല്ലാം കൂടെ അവർ കളക്ട് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്യും. ഇതൊക്കെ ഏത് ഭാഗത്തേക്ക് പോകണം. ചിലത് ഇപ്പോൾ മരിയയ്ക്ക് എഴുതിയതാണെങ്കിൽ അത് കാസർഗോഡ് റീജിയനിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ വേറൊരാൾക്ക് എഴുതിയാണെങ്കിൽ അത് കോഴിക്കോട്ടേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതാണ്. ഇങ്ങനെ സോർട്ട് ചെയ്യും അതിനെ. ഈ സോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്ഥലത്തേക്കും പാക്ക് ചെയ്തിട്ട് വിടും, ഇല്ലേ? ഇത് പാക്ക് ചെയ്തിട്ട് വിടും, അത് ആ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. സെയിം ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ അഡ്രസ്സിങ് നടക്കുന്നത്. അതായത് ഇത് എവിടേക്ക് പോവേണ്ടതാണ് ഈ പ്രോട്ടീൻ, പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ എന്താണ് എവിടേക്ക് പോവേണ്ടതാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചത് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള സംഭവം. ഓർക്കുന്നുണ്ടാവും?
പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഈ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് വെച്ചിട്ട് ചില പ്രോസസ്സിംഗ് നടക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പ്രോട്ടീൻ്റെ സർഫേസിലേക്ക് ഇപ്പോൾ എന്താണ് മാനോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ആഡ് ചെയ്താൽ, ഓക്കെ, മാനോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഒരു കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഈ മാനോസ് 6 ഫോസ്ഫേറ്റ് ഒരു സിഗ്നലാണ്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. അതൊരു സിഗ്നലാണ്. ദെൻ സ്വാഭാവികമായിട്ടും ഈ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇതൊരു അഡ്രസ്സാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഇതൊരു അഡ്രസ്സാണ്. മാനോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് പ്രോട്ടീൻ ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ലൈസോസോം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് വെച്ച് സിന്തസൈസ് ചെയ്യപ്പെട്ട ആ പ്രോട്ടീൻ എവിടേക്കാണ് പോവേണ്ടത് എന്നാണ് അഡ്രസ്സ് അക്കോർഡിംഗ് ടു ദ അഡ്രസ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ലൈസോസോം. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പ്രോട്ടീൻസിനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നേരെ എവിടെ കൊടുക്കും? പോസ്റ്റ് ഓഫീസിലേക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ ഗോൾജി കോംപ്ലക്സിലേക്ക് കൊടുക്കും. ഗോൾജി കോംപ്ലക്സ് നോക്കുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എവിടെയാണ്? അഡ്രസ്സ് പോവേണ്ടത് ലൈസോസോമിലേക്കാണ്. സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും? ഇതുപോലെ പാക്ക് ചെയ്യും. അതിനെ ചെറിയ വെസിക്കിൾസ് ആയിട്ട് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് അതിനെ നേരെ ലൈസോസോമിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗോൾജി കോംപ്ലക്സിൻ്റെയും. ഓക്കെ, അത് ക്ലിയർ ആണോ? ഇത് ബേസിക് ബയോകെമിസ്ട്രിയാണ്, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ നമ്മുടെ പോയിൻ്റ് അതല്ല. നമ്മുടെ പോയിൻ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ് 1 MHC എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോട്ടീൻ അല്ലേ? ഇതൊരു പ്രോട്ടീനാണല്ലോ. നമ്മൾ പറഞ്ഞു അതൊരു പ്രോട്ടീനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഇതേപോലെ ഈ റൈബോസോമിനകത്ത് വെച്ചിട്ട് സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ നേരെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ല്യൂമനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ മറ്റു പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. ദെൻ നടക്കുകയും അതൊരു MHC കോംപ്ലക്സ് ആയിട്ട് മാറുകയും ചെയ്യും ഇവിടെ. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ഇതൊരു MHCയുടെ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ദെൻ ഈ ഇവിടേക്കാണ് ആര് വരുന്നത്? ഈ പ്രോസസ്സ് ചെയ്യപ്പെട്ട പെപ്റ്റൈഡ് ഇവിടേക്ക് വരുന്നു. ദെൻ ഈ പെപ്റ്റൈഡ്സ് എവിടെ ബൈൻഡ് ചെയ്യപ്പെടും? ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് എ ബൈൻഡിങ് ക്ലെഫ്റ്റ്. പെപ്റ്റൈഡിനെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു ക്ലെഫ്റ്റ് ഉണ്ട്. ആ ക്ലെഫ്റ്റിലേക്ക് ആര് ബൈൻഡ് ചെയ്യപ്പെടും? ഈ റിലീസ് ചെയ്യപ്പെട്ട് വരുന്ന പെപ്റ്റൈഡ്സ് ഈ ക്ലെഫ്റ്റിലേക്ക് ബൈൻഡ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ അത് റെഡിയാണ്, ബൈൻഡ് ചെയ്യപ്പെട്ട് റെഡി ആയിട്ടുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ സിഗ്നൽ ഇത് എവിടേക്ക് പോകാനുള്ളതാണ്? ഇതിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് ദ സെല്ലിൻ്റെ മെംബ്രെയിനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ട പ്രോട്ടീനാണിത്. ഓക്കെ, അതിൻ്റെ സിഗ്നൽ അതിനകത്ത് ഉണ്ടാവും. ദെൻ അതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും? ഇത് ഗോൾജി കോംപ്ലക്സിലേക്ക് കൊടുക്കും. ഗോൾജി കോംപ്ലക്സ് അഡ്രസ്സ് നോക്കും. അപ്പോൾ ഇത് എവിടേക്ക് പോകേണ്ടതാണ്? മെംബ്രെയിൻ പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ മെംബ്രെയിൻ പ്രോട്ടീനാണ്. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി പാക്ഡ് ഇൻ ആസ് എ സെപ്പറേറ്റ് വെസിക്കിൾ. ഒരു വെസിക്കിളായിട്ട് പാക്ക് ചെയ്യുന്നു. അതിനെ പുറത്തോട്ട് സെല്ലിൻ്റെ സർഫേസിലേക്ക് എക്സ്പ്രസ് ചെയ്യിക്കും ഈ രീതിയിൽ. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ പുറത്ത് അത് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടും. സോ നൗ യു ഹാവ് ദ ക്ലാസ് 1 MHC പെപ്റ്റൈഡ് കോംപ്ലക്സ്. ഈ സെല്ലിൻ്റെ സർഫേസിൽ ഈ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യപ്പെടും. റൈറ്റ്, ബാക്കി സ്റ്റോറി നമുക്കറിയാലോ. പിന്നീട് ഇവിടേക്ക് സൈറ്റോടോക്സിക് സെല്ല് വിൽ കം വിത്ത് ടി സെൽ റിസെപ്റ്റർ. ദെൻ ദേ വിൽ ഇൻറ്ററാക്ഷൻ നടക്കുകയും ഈ സെല്ല് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ടി സെൽസ് ഇവിടെ ഉണ്ടാവുന്ന ടി സെൽസ് എന്ത് ചെയ്യും? ടി സെൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ടി സൈറ്റോടോക്സിക് സെല്ലാണ് അല്ലേ? ടി സൈറ്റോടോക്സിക് സെല്ലാണ്. ദാറ്റ് വിൽ ബി ആക്ടിവേറ്റഡ്. ദെൻ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും? ദേ വിൽ സെക്രീറ്റ് കെമിക്കൽസ്. ഈ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന കെമിക്കൽസ് ഈ സെല്ലിനെ എന്ത് ചെയ്യും? ഈ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യും. ദാറ്റ് വിൽ ബി എലിമിനേറ്റഡ്. ഓക്കെ, ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് പ്രോട്ടിയാസോം കോംപ്ലക്സ് എന്താണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തൊരു സാധനമാണ്. എന്ത്? പ്രോട്ടിയാസോം കോംപ്ലക്സ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ അതെന്താണ് അതിനകത്ത് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സൈറ്റോസോളിക് പാത്വേയിൽ പ്രോട്ടിയാസോം കോംപ്ലക്സ് ആണ് പ്രോസസ്സിങ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ പ്രോട്ടിയാസോമിൻ്റെ ഇവിടെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് കണ്ടു. ദിസ് ഈസ് ദ പ്രോട്ടിയാസോം അല്ലേ? പ്രോട്ടിയാസോം എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. സോ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒന്ന് ബ്രീഫായിട്ട് പറയുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെക്കാനിസമാണ്. അതിൻ്റെ ഒരു വളരെ ബ്രീഫായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ദിസ് ഈസ് ദ പ്രോട്ടീൻ. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് വേറെ കാര്യം ചോദിക്കാം. ഇപ്പോൾ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോട്ടീൻ, ഏത് പ്രോട്ടീനും ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ സെല്ലിൽ ഇഷ്ടംപോലെ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ദ തൗസൻഡ്സ് ഓഫ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എവറി സെൽ
അതിലിപ്പോൾ ഉദാഹരണത്തിന് ക്യാൻ എനിബഡി സേ ആൻ എക്സാമ്പിൾ ഫോർ എ സെല്ലുലാർ പ്രോട്ടീൻ? ആരെങ്കിലും ഒരാൾ ഒരു സെല്ലുലാർ പ്രോട്ടീൻ ഒരു എക്സാമ്പിൾ പറയും, നമ്മുടെ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രോട്ടീൻ. പറയൂ. ഹലോ, ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പറയുന്നേ. ഹലോ ഹലോ, ഐശ്വര്യ ഉണ്ടോ? ഐശ്വര്യ പറഞ്ഞേ. ഐശ്വര്യ? ഓക്കെ. ഏതെങ്കിലും ഒരു പ്രോട്ടീൻ്റെ പേര് പറ. സെല്ലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രോട്ടീൻ്റെ പേര്. സെല്ലുലാർ പ്രോട്ടീൻ. അല്ല, അറിയാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടാണ്. ഓക്കെ, സാരില്ല. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണത് കേട്ടോ. നമുക്കൊരു പ്രോട്ടീൻ്റെ പേര് അറിയില്ല എന്നുള്ളതേ, ഞാനത് മോശമാക്കി പറയല്ല നിങ്ങളെ. നമ്മളതിൻ്റെ ഒരു കൺസേൺ അല്ല എന്നുള്ളതാണ് നമ്മളിങ്ങനത്തെ വിഷയങ്ങളിൽ. ഓക്കെ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല സത്യത്തിൽ, നിങ്ങളതിനെക്കുറിച്ച് എന്താണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച്. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് പറയോ? ഒന്ന് ശ്രമിച്ചു നോക്കോ. അമൈലേസ്. ഓഫ് കോഴ്സ്, അമൈലേസ് ഏതുമാവാലോ. എനി എൻസൈം, ദർ ആർ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി, ഇൻ ദ സെൽ. നിങ്ങൾ എന്തോരം ബയോകെമിക്കൽ പാത്വേസ് പഠിച്ചിരിക്കണു ഇല്ലേ? അതിലൊക്കെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? പ്ലസ് പിന്നെ സെല്ലിൻ്റെ ഓരോ സ്ട്രക്ചറും സിന്തസൈസ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടല്ലേ? പല പല സ്ട്രക്ചേഴ്സിലും നമ്മൾ പ്രോട്ടീൻസ് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെല്ലുലാർ പ്രോട്ടീൻസ് അല്ലേ? അതേ പറയാം, നമ്മുടെ കോൺസെപ്റ്റാണ് വിഷയം. നമുക്കിത് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, നമുക്ക് ആ കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ സെല്ലുലാർ പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോവുകയാണ്. ഓക്കെ, അവിടെയാണ് നമ്മളൊരു കറക്ഷൻ വരുത്തേണ്ടത് കേട്ടോ. ഓക്കെ, എനിവേ, സോ ഇപ്പോൾ അമൈലേസ്, എനിവേ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ എടുക്കാം. ഇപ്പോൾ അമൈലേസ് ആണെങ്കിൽ അമൈലേസ്, ഈ അമൈലേസ് സിന്തസൈസ് ചെയ്യപ്പെട്ടാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു എൻസൈം എന്ന് പറയുന്നതിന് എൻസൈമിനൊരു പർട്ടിക്കുലർ ഹാഫ് ലൈഫ് ഉണ്ടാവില്ലേ? നിങ്ങൾ എൻസൈമോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് ഉണ്ട്, ഒരു പീരിയഡ് ഉണ്ട്, ഒരു കാലമുണ്ട് അല്ലേ? ആ സമയം കഴിയുമ്പോൾ ദാറ്റ് എൻസൈം വിൽ ബി ഡിസ്ട്രോയിഡ് അല്ലേ? ആ എൻസൈമിനെ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ ഈ എലിമിനേഷൻ എങ്ങനെയാണ് ബോഡി ചെയ്യുന്നത്? എങ്ങനെയാണ് സെല്ലിൽ ആ എൻസൈമിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുക എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ആലോചിക്കുകയോ വായിക്കുകയോ ഡിസ്കഷൻ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ. ഡിസ്ട്രോയ് ചെയ്യുന്നില്ലെങ്കിൽ ഒറ്റ അമൈലേസ് എൻസൈം മതിയല്ലോ, ഓരോ തവണയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ സത്യത്തിൽ സംഭവിക്കുന്നത്. ഓൾ ദ ടൈം യൂഷ്വലി ദീസ് ആർ ഇൻഡ്യൂസിബിൾ പ്രോട്ടീൻസ്. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ ഇൻഡ്യൂസിബിൾ പ്രോട്ടീൻസ്. അപ്പോൾ ആ ഇൻഡ്യൂസിബിൾ ആയതുകൊണ്ട് തന്നെ അതെന്താണ്, സബ്സ്ട്രേറ്റ് വരുന്നതിനനുസരിച്ചാണ് ആ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അതൊരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ അത് ആ സബ്സ്ട്രേറ്റ് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഒരു സമയം അവസാനിക്കുകയും അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ സംഭവം? അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും അത് ഡിസ്ട്രോയ് ചെയ്യുക എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അപ്പോൾ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതിനൊരു മെക്കാനിസം ഉണ്ടാവേണ്ടതുണ്ട് സെല്ലിനകത്ത്. ആ മെക്കാനിസമാണ് പ്രോട്ടിയാസോം കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതൊരു നാച്ചുറൽ ആയിട്ട് സെല്ലിനകത്തുള്ള ഒരു പ്രോസസ്സാണ്, അല്ലാതെ ആൻറ്റിജൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. ഇത് സെല്ലിനകത്ത്, എല്ലാ സെല്ലിനകത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ഇതിനെ പറയുന്നത് ഗ്രേവിയാർഡ് ഓഫ് പ്രോട്ടീൻ എന്നാണ് പറയുക. ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? ശവപ്പറമ്പ് എന്നാണ് പറയുക. അപ്പോൾ പ്രോട്ടീൻസ് ഗ്രേവിയാർഡ് എന്നാണ് പ്രോട്ടിയാസോമിന് പറയുന്ന വേറൊരു പേര്. ഓക്കെ, അപ്പോൾ അതൊരു നോർമൽ ആക്ടിവിറ്റിയാണ്. അതായത് ഒരു സെൽ, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്ന സമയത്ത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ. അതായത് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ ഇമ്മെച്വർ പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് സെല്ലിന് ആവശ്യമില്ല. ഓക്കെ, ഇനാക്റ്റീവ് പ്രോട്ടീൻസ് ആണ്, സെല്ലിന് ആവശ്യമില്ലാത്ത പ്രോട്ടീനാണ്. അപ്പോൾ സെല്ല് എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും സെല്ല് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഓക്കെ, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് അതിനെ പിന്നീട് റീയൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? വിത്തിൻ ദ പ്രോട്ടിയാസോം കോംപ്ലക്സ്. അപ്പോൾ അതാണ് ഈ ഒരു കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടോ, എങ്ങനെയാണ് പ്രോട്ടിയാസോം കോംപ്ലക്സ് ഇത് ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ട പ്രോട്ടീനാണോ നോർമൽ പ്രോട്ടീനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അല്ലേ, സെല്ല് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോട്ടിയാസോം കോംപ്ലക്സ് എങ്ങനെയാണ് ഏത് പ്രോട്ടീനാണ് ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ടത്? ആയിരക്കണക്കിന് പ്രോട്ടീൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിച്ച് ഈസ് ദ പ്രോട്ടീൻ ടു ബി ടാർഗറ്റഡ്, വിച്ച് ഈസ് ദ പ്രോട്ടീൻ ടു ബി ഡിസ്ട്രോയിഡ് എന്ന് എങ്ങനെയാണ് പ്രോട്ടിയാസോം കോംപ്ലക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണതല്ലേ. അതിൻ്റെ ആൻസറാണ് ഞാനിവിടെ പറയുന്നത്. സോ ദിസ് ഈസ് ദ പ്രോട്ടീൻ ടു ബി ഡിഗ്രേഡഡ് എന്ന് വിചാരിച്ചോ. സപ്പോസ് ദിസ് ഈസ് ദ പ്രോട്ടീൻ. ഈ പ്രോട്ടീനെ നമുക്ക് ഡിഗ്രേഡ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഈ പ്രോട്ടീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ആഡിങ് എ പ്രോട്ടീൻ കോൾഡ് യുബിക്വിറ്റിൻ. ഈ പ്രോട്ടീൻ ഒരു ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ട പ്രോട്ടീൻ. യുബിക്വിറ്റിൻ എന്ന് പറയുന്നത് ബോഡിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോട്ടീനാണ് യുബിക്വിറ്റിൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇത് തന്നെയാണ്. അപ്പോൾ യുബിക്വിറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ എന്ത് ചെയ്യപ്പെടുന്നു? ഈ ടാർഗറ്റ് പ്രോട്ടീൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. യു ക്യാൻ സീ ഹിയർ. അതിൻ്റെ അമിനോ ടെർമിനലിലേക്ക് യുബിക്വിറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആഡ് ചെയ്യപ്പെടുന്നു. അതൊരു എൻസൈമാറ്റിക് റിയാക്ഷനാണ്, അത് വേറൊരു പാത്ത് വേ ആണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം പറയാം. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ സർഫേസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അമിനോ ടെർമിനലിലേക്ക് ദർ ഇസ് എൻ അഡീഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ പ്രോട്ടീൻ കോൾഡ് യുബിക്വിറ്റിൻ. വൺസ് യുബിക്വിറ്റിൻ ഈസ് ആഡഡ്, യുബിക്വിറ്റിൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ പറയൂലേ, ഇപ്പം നമ്മൾ ഇൻറ്റു മാർക്ക് ഇടുമല്ലോ, ദിസ് ഈസ് ടു ബി ഡിസ്ട്രോയിഡ്. അങ്ങനെ നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കുന്ന പോലെയാണിത്. യുബിക്വിറ്റിൻ എന്താണ്? ഇൻറ്റു മാർക്കാണ്. ആ ഇൻറ്റു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ദിസ് പ്രോട്ടീൻ വിൽ ബി ട്രാൻസ്പോർട്ടഡ്. ദിസ് പ്രോട്ടീൻ വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ദ പ്രോട്ടിയാസോം കോംപ്ലക്സ്. എന്ന് വെച്ചാൽ പ്രോട്ടിയാസോം കോംപ്ലക്സ് യുബിക്വിറ്റിൻ മാർക്ക് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ എന്നർത്ഥം. ഓക്കെ, ദെൻ സ്വാഭാവികമായിട്ടും പ്രോട്ടിയാസോമിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്? വിച്ച് ഈസ് റിച്ച് ഇൻ പ്രോട്ടിയേസ് എൻസൈം. പ്രോട്ടിയേസ് എൻസൈം, പലതരത്തിലുള്ള പ്രോട്ടിയേസ് എൻസൈംസ് കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രോട്ടിയാസോം എന്ന് പറയുന്ന ഈ കോംപ്ലക്സ്. ദെൻ എന്താ സംഭവിക്കുക? പ്രോട്ടീൻസിനകത്തോട്ട് വരുന്നു. ഇതിനകത്ത് വെച്ചിട്ട് ഈ എൻസൈംസ് എന്ത് ചെയ്യും? ഈ കോംപ്ലക്സിനെ ഈ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ പെപ്റ്റൈഡ്സ് ആയിട്ട് പുറത്തോട്ട് റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. ഇതാണ് പ്രോട്ടിയാസോം കോംപ്ലക്സിൻ്റെ ആക്ടിവിറ്റി. ഇതാണ്. ഇത് ക്ലിയർ ആണോ? ഹലോ, ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലേ ചോദിച്ചോട്ടോ. ഓക്കെ ഫൈൻ. സോ ഇവിടെ ഈ ഡീഗ്രഡേഷൻ നടക്കുന്നതിൻ്റെ രണ്ട് ഫീച്ചേഴ്സോട് പറഞ്ഞിട്ടുണ്ട്. ഡീഗ്രഡേഷൻ ഓഫ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻ ഈസ് ഡൺ ബൈ എ 20S പ്രോട്ടിയാസോം കോംപ്ലക്സ് വിത്തൗട്ട് എനി യുബിക്വിറ്റിനേഷൻ. ഓക്കെ, ഇവിടെ രണ്ട് പോയിന്റ് പറയുന്നുണ്ട്. യുബിക്വിറ്റിൻ വേണമെന്ന് ഞാൻ ജനറലായിട്ട് പറഞ്ഞെങ്കിലും ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡീഗ്രഡേഷൻ ഓഫ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻ. അതായത് നമ്മൾ പറഞ്ഞല്ലോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്ത് വെച്ചിട്ടാണ് ഫോൾഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് അവിടെ വെച്ചിട്ട്. അങ്ങനെ ഫോൾഡിങ് നടക്കുന്ന സമയത്ത് എന്താണ്? മിസ്ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ നമ്മൾ പറഞ്ഞു ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ നടത്തുന്നത് ആരാണ്? ഒരു പ്രോട്ടിയാസോം കോംപ്ലക്സ് എന്ന് വെച്ചാൽ 20S എന്ന് പറയുന്ന ഒരു പ്രോട്ടിയാസോം കോംപ്ലക്സ് ആണ് അത് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് എന്ത് ആവശ്യമില്ല? യുബിക്വിറ്റിൻ ആവശ്യമില്ല. ഓക്കെ, കാരണം അത് ഓൾറെഡി മിസ്ഫോൾഡഡ് ആണ്, നോർമൽ പ്രോട്ടീൻ അല്ലാത്തതുകൊണ്ട് അതിന് യുബിക്വിറ്റിൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രോട്ടിയാസോം അതിനെ റെക്കഗ്നൈസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇവിടെ പറയുന്നുണ്ട് ഡീഗ്രഡേഷൻ ഓഫ് ഇൻടാക്ട് പ്രോട്ടീൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ അമൈലേസ് എൻസൈം. ഓക്കെ, അല്ലെങ്കിൽ ഒരു റെപ്ലിക്കേഷൻ എൻസൈമാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്താണ്? ദർ ഇസ് എന്താണ് ഈ പ്രൊമോട്ടർ സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഇല്ലേ? പ്രൊമോട്ടർ സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് എന്താണ് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെ ആ ഡിസ്ട്രോയ് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോട്ടീൻ അവിടുന്ന് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ത്രൂ ദെയർ. അതാണ് നമ്മൾ അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ആ പീരീഡ് കഴിയുമ്പോൾ, ആ സമയം കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ആ ഡിസ്ട്രക്ഷൻ, ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ പ്രോട്ടീൻ്റെ ഡിസ്ട്രക്ഷൻ നടത്തുന്നത് ആരാണ്? 26S പ്രോട്ടിയാസോമാണ്. മറ്റേ 20S ആണ്, ഇത് 26X പ്രോട്ടിയാസോമാണ്. ഓക്കെ, അത് കൂടാതെ ദർ ഈസ് വൺ മോർ സബ് യൂണിറ്റ് കോൾഡ് റെഗുലേറ്ററി സബ് യൂണിറ്റ് വിച്ച് ഈസ് 19S. അപ്പോൾ 26 + 19S ആണ് എന്ത് നടത്തുന്നത്? ഈ പറയുന്ന ഡിസ്ട്രക്ഷൻ നടത്തുന്നത്, വിച്ച് ഇസ് റിക്വയറിങ് യുബിക്വിറ്റിനേഷൻ. അതിന് ഈ പറയുന്ന യുബിക്വിറ്റിനും കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കൂ എന്നർത്ഥം. ഓക്കെ, സോ ഇതാണ് പ്രോട്ടിയാസോമിൽ നടക്കുന്ന മെക്കാനിസം.
സോ ഇനി സൈറ്റോസോളിക് പാത്വേ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതിൻ്റെ പ്രോട്ടിയാസോം മെക്കാനിസമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇറ്റ്സ് ആൻ എൻഡോജീനസ് ആൻറ്റിജൻ. എൻഡോജീനസ് ആൻറ്റിജൻ എന്ത് ചെയ്യപ്പെടുന്നു? പ്രോട്ടിയാസോമിനകത്ത് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നു. അതാണ് ഇപ്പോൾ കണ്ടത് അല്ലേ? പ്രോട്ടിയാസോമിനകത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെട്ട പെപ്റ്റൈഡ്സ് നമ്മൾ ഈ സ്ലൈഡിൽ കണ്ടല്ലോ, ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു. ഇതുവരെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്ന സാധനം ഇതിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. ഇതാണ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ദീസ് ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ സൈറ്റോസോൾ ടു ദ RER ബൈ എ ട്രാൻസ്പോർട്ടർ കോൾഡ് ടാപ്പ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടർ അസോസിയേറ്റഡ് വിത്ത് ആൻറ്റിജൻ പ്രോസസ്സിംഗ്. അതാണ് ടാപ്പ് എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ടാപ്പിനെ കുറിച്ച്. 2 പ്രോട്ടീൻ ഉണ്ട് ടാപ്പ് 1ഉം ടാപ്പ് 2 ഉണ്ട്, വിച്ച് റിക്വയർ എനർജി. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്. യു ക്യാൻ സി ഇവിടെ കാണിച്ചിട്ടുണ്ട്. പെപ്റ്റൈഡ്സ്, ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട പെപ്റ്റൈഡ്സ്. ഈ പെപ്റ്റൈഡ്സ് എന്ത് ചെയ്യുന്നു? ഇതിനകത്തൂടെ സൈറ്റോപ്ലാസ്റ്റിനകത്തോട്ട് വരുന്നു. ദിസ് ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ രണ്ടാമത്തെ മെക്കാനിസം അതാണ്. ഒന്നാമത്തത് എന്താണ്? പ്രോട്ടിയാസോം വിൽ ഡിസ്ട്രോയ് ദ പെപ്റ്റൈഡ് protein into smaller peptides. Then these smaller fragments will be transported into the lumen of the endoplasmic reticulum, through the transporter TAP. TAP എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടറിലൂടെ ഈ പെപ്റ്റൈഡ്സ് എന്ത് ചെയ്യപ്പെടുന്നു? ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ അതിൻ്റെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. ദ ടാപ്പ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ക്ലാസ് 2 MHC റീജിയൻ ഇറ്റ് സെൽഫ്. ഇത് MHCയുടെ കൂടെ തന്നെ ആ ക്ലസ്റ്ററിൽ വരുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ്. ആ ക്ലസ്റ്ററിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ തന്നെയാണ് ടാപ്പ് എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. റൈറ്റ്, ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 8 to 16 അല്ലെങ്കിൽ 8 to 12 ഒക്കെയാണ് ഇവിടെ സാധാരണ രീതിയിൽ ക്ലാസ് 1 MHC റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അത് ഇവിടെയും ഒരു ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ടാപ്പ് ഹാസ് എഫിനിറ്റി ഫോർ പെപ്റ്റൈഡ്സ് ഓഫ് 8 to 16 അമിനോ ആസിഡ് ലെങ്ത്. ഇതിനകത്തൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആര് മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ? 8 മുതൽ 16 അമിനോ ആസിഡ് ലെങ്ത് ഉള്ള സ്മോൾ പെപ്റ്റൈഡ്സ് മാത്രമേ ഈ ടാപ്പിലൂടെ ഉള്ളിലേക്ക് വരുള്ളൂ. എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് ലാർജർ വൺ എന്ത് ചെയ്യപ്പെടില്ല, അതൊരിക്കലും ഇതിനകത്തോട്ട് വരുന്നില്ല. ദാറ്റ് വിൽ ബി again destroyed and ultimately destroyed into amino acids. Smaller amino acids, single amino acids ആയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ അമിനോ ആസിഡിനെ എന്ത് ചെയ്യും? പിന്നീട് റീയൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ 8 to 16 ലെങ്ത് ഉള്ള പെപ്റ്റൈഡ്സിന് മാത്രമേ ഇതിനകത്തോട്ട് എൻട്രി കിട്ടുള്ളൂ ടാപ്പിലൂടെ. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നീട് 9 ആയിട്ടൊക്കെ അതിന് റെഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ പെപ്റ്റൈഡ്സ് അസംബിൾ വിത്ത് ക്ലാസ് 1 MHC. ഇത് ഇനിയാണ് അടുത്ത പോയിന്റാണ്. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടു. ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നെ നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ദീസ് പെപ്റ്റൈഡ്സ് കമ്പൈൻ വിത്ത് ക്ലാസ് 1 MHC. ഇവിടുന്ന് കമ്പൈൻ ചെയ്യണമല്ലോ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ആണ് എന്ത് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസ് 1 MHCയിലേക്ക് ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പേ ചില മെക്കാനിസം പറയേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദേ ഇനീഷ്യലി ഇൻട്രാക്ട് വിത്ത് 3 പ്രോട്ടീൻസ് കോൾഡ് കാൽനെക്സിൻ, കാൽറെറ്റിക്കുലിൻ ആൻഡ് ടെപ്പാസിൻ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പേരുകൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ചാപ്രോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ചാപ്രോൺ മോളിക്യൂൾസ്. ചാപ്രോൺസ് ഇത് മാത്രമല്ല വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് നമ്മൾ ചാപ്രോൺസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് DNA ബൈൻഡിങ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. DNA ഫോൾഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ആണ് ചാപ്രോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അല്ലേ? ഓർക്കുന്നുണ്ടാവും, മോളിക്കുലാർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചില ചാപ്രോൺ പ്രോട്ടീൻസ് വരുന്നുണ്ട്. ഈ ചാപ്രോൺ പ്രോട്ടീൻസിൻ്റെ പേരാണ് ഒന്ന് കാൽനെക്സിൻ, ദെൻ കാൽറെറ്റിക്കുലിൻ, ദെൻ ടെപ്പാസിൻ. 3 പ്രോട്ടീൻസ് ആണ്. ക്ലിയർ അല്ലേ? കാൽനെക്സിൻ, കാൽറെറ്റിക്കുലിൻ ആൻഡ് ടെപ്പാസിൻ. ദെൻ ഇനി എന്താണ് ഈ കാൽനെക്സിനും കാൽറെറ്റിക്കുലിനും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഇമേജ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഇമേജിൽ നോക്കിക്കോ. യു ക്യാൻ സി ക്ലാസ് 1 MHC ആൽഫ ചെയിൻ സിന്തസൈസ് ചെയ്യപ്പെടും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്താണ് ആദ്യം ഈ സിന്തസൈസ് ചെയ്യുന്നത് ആൽഫ ചെയിനാണ്. ഈ ആൽഫ ചെയിൻ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ് സംഭവിക്കുക? ദേ ഇൻറ്ററാക്ട് വിത്ത് കാൽനെക്സിൻ. കാൽനെക്സിൻ എന്ന് പറയുന്ന ഈ ചാപ്രോൺ പ്രോട്ടീൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും ഫസ്റ്റ്. സോ ദേ ഫോം എ കോംപ്ലെക്സ്. കാൽനെക്സിൻ ക്ലാസ് 1 ആൽഫ ചെയിൻ കോംപ്ലെക്സ് ആയിട്ട് മാറും. ഓക്കെ, അതിനുശേഷം ആര് വരും? β2 മൈക്രോഗ്ലോബുലിൻ സിന്തസൈസ് ചെയ്യപ്പെടും. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് ദ β2 മൈക്രോഗ്ലോബുലിൻ. ദെൻ നൗ ദേ ഫോം എ കോംപ്ലെക്സ് കാൽനെക്സിൻ β2 ആൽഫ ചെയിൻ. ഇങ്ങനൊരു കോംപ്ലെക്സ് ആണ്. അതൊരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലെക്സ് ആണ്. ഇതിലേക്ക് ഒരു പ്രോട്ടീനും കൂടെ വരുന്നു. അതാണ് ആര്? ടെപ്പാസിനും 2 പ്രോട്ടീനും ബാക്കിയുള്ള 2 പ്രോട്ടീനും കൂടെ വരുന്നു. ടെപ്പാസിനും കാൽറെറ്റിക്കുലിനും കൂടെ ഇങ്ങോട്ട് വരും ഇതിൻ്റെ അടുത്തേക്ക്. ഓക്കെ, ടെപ്പാസിനും കാൽറെറ്റിക്കുലിനും ഇങ്ങോട്ട് വരും. അന്നേരം ആരാണ് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്? നേരത്തെ വന്ന കാൽനെക്സിൻ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ കാൽനെക്സിനെ മാറ്റിയിട്ട് ആര് 2 ആൾക്കാർ വരും? ടെപ്പാസിനും
കാൽറെറ്റിക്കുലിന് ഇവിടേക്ക് വരും, പ്ലസ് ബീറ്റ2 മൈക്രോഗ്ലോബുലിൻ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാൻ തുടക്കത്തിൽ ക്ലാസ് 1 MHCയുടെ ആൽഫ ചെയിൻ ആദ്യം ഉണ്ടാവും, അതിലേക്ക് കാൽനെക്സിൻ അറ്റാച്ച് ചെയ്യും. അപ്പോൾ കോംപ്ലക്സ് എന്തായി? കാൽനെക്സിൻ ക്ലാസ് 1 ആൽഫ ചെയിൻ ആയി. ഇതിലേക്ക് ഇനി ബീറ്റ2 വരും, അതോടൊപ്പം തന്നെ വേറെ 2 പ്രോട്ടീനും കൂടെ വരും, ടാപ്പാസിനും കാൽറെറ്റിക്കുലിനും കൂടെ വരും. ഓക്കെ, ദെൻ ആ സമയത്ത് നേരത്തെ വന്ന കാൽനെക്സിൻ അവിടെ നിന്ന് റിലീസ് ചെയ്യുകയും വേറൊരു കോംപ്ലക്സ് ആയി മാറും. കാൽറെറ്റിക്കുലിൻ, ടെപ്പാസിൻ, ദെൻ ബീറ്റ2 ആൽഫ ചെയിൻ കോംപ്ലക്സ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് എവിടെ ഉണ്ടാവുക? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് ഉണ്ടാവുക. ഓൾറൈറ്റ്, ഇതിനകത്തേക്കാണ് നേരത്തെ ടാപ്പിലൂടെ TAP എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടറിലൂടെ പെപ്റ്റൈഡ്സ് ഉള്ളിലേക്ക് വന്നത്. ഓൾറെഡി ഇതിനകത്ത് ഈ പറയുന്ന ആൾക്കാരുണ്ട്, ഈ കോംപ്ലക്സ് അവിടെ റെഡിയാണ്. ഓക്കെ, ഈ കോംപ്ലക്സിലേക്കാണ് പെപ്റ്റൈഡ്സ് വരുന്നത്. നൗ ദ പെപ്റ്റൈഡ്സ് ആർ എൻറ്ററിങ്. പെപ്റ്റൈഡ്സ് വരുന്നതോടുകൂടി ആര് പോവും? ബാക്കിയുള്ള 2 പ്രോട്ടീനും കൂടെ റിലീസ് ചെയ്യപ്പെടും. ടാപ്പാസിനും കാൽറെറ്റിക്കുലിനും കൂടെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയും ക്ലാസ് 1 MHC മോളിക്യൂളിലേക്ക് പെപ്റ്റൈഡ് ബൈൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ മുമ്പേ MHCയുടെ സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ പെപ്റ്റൈഡ്സ് അതായത് ക്ലാസ് 1നും ക്ലാസ് 2നും 2 പെപ്റ്റൈഡ്സ് വീതമാണുള്ളത്. പക്ഷേ എന്താണ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ദം സ്റ്റെബിലൈസ്ഡ്, ഇത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് ഹാസ് ടു ബി എ ട്രൈമർ. ഡൈമർ സ്റ്റേജിൽ അത് സ്റ്റേബിൾ അല്ല, അത് ട്രൈമർ സ്റ്റേജിലാവുമ്പോൾ മാത്രമേ അത് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ ആ ട്രൈമറൈസേഷനാണ് ഈ പെപ്റ്റൈഡ് വരുമ്പോൾ സംഭവിക്കുന്നത്. ഈ പെപ്റ്റൈഡും കൂടെ വന്ന് ഒരു ട്രൈമർ ആവുമ്പോഴാണ് ഇത് സ്റ്റേബിളായി നിൽക്കുന്നത്. അതർവൈസ് ദാറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്. അത് സിന്തസൈസ് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും, ഇങ്ങനെയാണ് സംഭവിക്കുക ക്ലാസ് 1 MHC പലപ്പോഴും. അതിലേക്ക് പെപ്റ്റൈഡ്സ് വന്നാൽ സ്വാഭാവികമായിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഓക്കെ, നൗ ദിസ് ഈസ് എ കംപ്ലീറ്റ് MHC കോംപ്ലക്സ്. ഓക്കെ, ആൻറ്റിജൻ ഉണ്ട്, ക്ലാസ് 1 MHC കോംപ്ലക്സ് ആയി മാറുന്നു. ദെൻ സ്വാഭാവികമായിട്ട് ഇതെന്ത് ചെയ്യുന്നു? പുറത്തോട്ട് റിലീസ് ചെയ്യപ്പെടുന്നു. പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ RERൽ നിന്ന് പുറത്തോട്ട് പോയാൽ നേരെ പോകുക എവിടേക്കാണ്? ഗോൾജിയിലേക്കാണ്. ഗോൾജിയിൽ നിന്ന് അത് നേരെ മെംബ്രെയിനിൻ്റെ സർഫേസിലേക്ക് പോകും. Okay, so this is how this antigens are processed by the cytosolic pathway. ഇത് ക്ലിയർ ആണോ? ഇതിൽ 3 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്ന് എന്താണ്? പ്രോട്ടിയാസോ മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ. ഒന്ന്, അതിന് നമ്മൾ യുബിക്വിറ്റിൻ അഡീഷൻ, അത്തരം കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ സൈറ്റോസോൾ ഇൻ ടു ദ ല്യൂമൻ ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അവിടെ TAP, ട്രാൻസ്പോർട്ടർ അസോസിയേറ്റഡ് വിത്ത് ആൻറ്റിജൻ പ്രോസസ്സിംഗ്, ആ ടാപ്പ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടറിൻ്റെ ഫീച്ചേഴ്സാണ് പറയേണ്ടത്. അവിടെ ഒരു ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, 8 to 16 ഉള്ള പ്രോട്ടീൻസിനെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറയണം. മൂന്നാമത്തത്, അതിനുശേഷം എന്ത്? ഈ പറയുന്ന MHC കോംപ്ലക്സിലേക്ക് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ MHC കോംപ്ലക്സ് ആദ്യം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന 3 പ്രോട്ടീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ പ്രോട്ടീനാണ് ഒന്ന് കാൽനെക്സിൻ, അത് ആദ്യം ക്ലാസ് 1 MHC ആൽഫ ചെയിനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അതിനുശേഷം ബീറ്റ2 വരുമ്പോൾ വേറെ 2 പ്രോട്ടീനും കൂടെ വരികയും കാൽനെക്സിനെ ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് പെപ്റ്റൈഡ് വരും. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ കംപ്ലീറ്റ് കോംപ്ലക്സ്. Then that will be released out of the endoplasmic reticulum, then ultimately transported onto the membrane of the cell. Okay, this is what we call the cytosolic pathway. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. വിൽ വൈൻഡ് അപ്പ് ഹിയർ. ഇനി അങ്ങോട്ട് നമുക്ക് ഒരു പാത്വേയും കൂടെ ഉണ്ട്, ഞാൻ പിന്നെ എടുക്കുന്നില്ല. ഞാൻ അതും കൂടെ തീർക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് സമയം അധികമായി തോന്നുന്നുണ്ട് അല്ലേ. സോ വി വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ എൻഡോജീനസ് ആൻറ്റിജൻസിൻ്റെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?